തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ അത് കണ്ടോ, ആനി എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. ഇതിലുള്ള ആൾക്കാരൊക്കെ ഇനിയിപ്പോൾ കാസ്റ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് നടപടികളൊക്കെ ക്രമങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. ഇപ്പോൾ ക്ലൈമാക്സിന് മാത്രം കുറച്ച് ഒന്ന് എഴുതി വെക്കാണ്ട്, അത്രയേ ഉള്ളൂ. ഈ ത്രെഡ് എൻ്റെ മനസ്സിൽ മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ ഈ ഒരു രൂപത്തിലാക്കിയതാണിപ്പോൾ കഥ. അപ്പോൾ അതിനു മുമ്പ് മറ്റ് വേറെ കുറച്ച് കഥകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണിപ്പോൾ ഈ പറഞ്ഞ 3 ഡേയ്സിൻ്റെ ബാക്കി 3 നൈറ്റ്സ് എഴുതണം പറഞ്ഞില്ലേ. അപ്പോൾ ആ കഥ എന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് വന്നപ്പോൾ അതങ്ങോട്ട് ഫിലിമാക്കി. അപ്പോൾ പിന്നെ ഇതൊന്നും അതിനു മുമ്പുണ്ടായിരുന്ന കഥയാണിത്. അപ്പോൾ ഇനിയിപ്പോൾ നല്ലൊരു അവസരം, ഇനിയിപ്പോൾ ഇത് തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. ഈ കഥയുടെ സാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ സമൂഹത്തിലുണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടാവില്ലേ, നമ്മളൊരു ഫിലിമാക്കുമ്പോൾ കലാത്മകമായിട്ട് ഒന്നും കൂടി ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു വൃത്തി ഉണ്ടാവും. അപ്പോൾ ജനങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെയാണ് ഇതിലെ കഥയുടെ സാരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ചങ്ക് എന്ന സിനിമയിൽ ചില ആൾക്കാർക്ക് ഗൾഫിൽ പോകാൻ വേണ്ടി പൈസ കൊടുക്കുന്നതും, പിന്നെ ആ പൈസ കിട്ടാണ്ട് വരുമ്പോൾ നാട്ടിൽ നിന്ന് വീടും വേണം, എന്നാൽ ഗൾഫിൽ എത്തിയതും ഇല്ല, പൈസ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അത് കിട്ടാത്തൊരു പ്രശ്നം അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളുടെ ഒരു ബുദ്ധിമുട്ട് ആകുമ്പോൾ എന്തായിരിക്കും, അതാണ് എൻ്റെ ചങ്കിൽ എന്ന സിനിമയിൽ ഞാൻ ആവിഷ്കരിച്ച് കാണിച്ചത്. എല്ലാ കഥാപാത്രങ്ങളും അതുപോലെ സഹകരിച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്തു എന്നുള്ളതാണ് ആ പടത്തിൻ്റെ വിജയം. പല ആൾക്കാരെന്നോട് പറഞ്ഞു ഇത് അവരുടെയൊക്കെ ഒരു അനുഭവമാണെന്ന് പറഞ്ഞു. പിന്നെ ചില ആൾക്കാരുണ്ട് മറ്റുള്ളവരുടെ പൈസ കൊണ്ട് ജാളി അടിച്ചിറക്കുന്ന ആൾക്കാരുണ്ട്, അതും ഒരു ഭാഗം എടുത്ത് കാട്ടിയിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാർ കൂടെ നടക്കണവർ തന്നെ നമ്മളെ പിഴിഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കറിയില്ല ഇവരും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കില്ല. അവരുടെ സന്തോഷം കാണാൻ വേണ്ടി ആരിനൊക്കെയാണോ പിഴിയാൻ പറ്റിയെച്ചാൽ അവരെ അങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കും. അത് കൂട്ടുകാരനാണെന്നില്ല, ചിലപ്പോൾ അച്ഛനും അമ്മയായിരിക്കാം, അവരെയും പിഴിയും, അല്ലെങ്കിൽ കൂട്ടുകാരെ പിഴിയും, അല്ലെങ്കിൽ മറ്റാരെയും നിന്ന് കിട്ടുന്ന വെച്ചാൽ അവരിൽ നിന്നൊക്കെ പിഴിയും. അങ്ങനെയുള്ള കുറച്ച് സമൂഹത്തിലെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയും എടുത്ത് കാണിക്കുന്നുണ്ട് ആ സിനിമയിൽ. നമുക്ക് ഗവൺമെൻറ്റിന് സഹായകരമാകുന്ന ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതിനു മുമ്പ് വേറൊന്നും കൂടി ചെയ്തു ഞാൻ. ഫിലിമിൻ്റെ ഒന്നും ഓർമ്മയില്ല. അത് ഒരു കുട്ടികൾ ലഹരിക്ക് അടിമയാവുന്നതും, അപ്പോൾ അവരെ വഴി തിരിച്ചുവിടുന്ന ഓരോ കാര്യങ്ങളൊക്കെ നാട്ടിൽ സംഭവിക്കുന്നുള്ളതിനിടയ്ക്ക്. അപ്പോൾ അതും ഒരു 3 മിനിറ്റിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാനതൊരു 3 മിനിറ്റ് വീഡിയോ ആണ് അത് ചെയ്തായിരുന്നു. അതിന് നല്ല പ്രതികരണമാണ് കിട്ടിയത്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ ഇതിനിടയ്ക്ക് ഒരു യൂട്യൂബ് ഇഷ്യൂ വന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് എൻ്റെ പഴയ വീഡിയോസുകളൊക്കെ പോയി. അങ്ങനെയാണ് അതുണ്ടായി. അപ്പോൾ ഇതും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ മദ്യപാനം ഒരുപാട് കൂടിയിരിക്കുന്ന സമയമാണ് നമ്മുടെ നാട്ടിൽ. മദ്യപിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ കേൾക്കാറില്ലേ കാര്യങ്ങളൊക്കെ, നമ്മൾ സ്ഥിരം വാർത്തയായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അതേമാതിരി തന്നെ പുരുഷന്മാരും ചിലപ്പോൾ മദ്യം കാരണം കൊണ്ട് വളരെ പ്രശ്നങ്ങളുണ്ടാവുന്ന ഓരോ കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതും നമുക്കൊന്ന് എടുത്ത് കാണിക്കണം, ജനങ്ങളെ ബോധവൽക്കരിക്കണം എന്നുള്ളൊരു രീതിയിലുള്ള ഒരു സിനിമയാണ് ഞാനതിൽ കാണിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ അങ്ങനെ മാത്രമല്ല, ഇതൊരു കോമഡി ഫിലിമാണ് സത്യം പറഞ്ഞാൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കോമഡിയൊക്കെ എഴുതുന്നത്. സീരിയസ് റോള് മാത്രം എഴുതി ശീലമായിട്ടിപ്പോൾ കോമഡി നമ്മുടെ ഒരു പ്രയത്നം മാത്രമാണ്. വിജയിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ കോമഡിയായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് വരികയാണെങ്കിൽ, സക്സസ് ആയാൽ രക്ഷപ്പെട്ടു എന്നേ പറയുള്ളൂ. ഒരു ട്രയൽ വെർഷനായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. നിങ്ങളിത് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്നോട് പറയണം. പിന്നെ പല ആൾക്കാർക്കും പലതരത്തിലാണല്ലോ ഇഷ്ടപ്പെടുക. അപ്പോൾ എല്ലാവർക്കും ചേർന്നുകൊണ്ടൊരു സിനിമ നമുക്ക് എന്തായാലും നിർമ്മിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഒരു ചിന്താഗതിയിലുള്ള ഒരു ഫിലിം അങ്ങനെ കണ്ടാൽ മതി. കാരണം നമുക്ക് ഒരുപാട് ഇല്ലാത്ത മനുഷ്യനാണ് നമ്മളൊക്കെ. നമ്മുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ചിട്ട് എഴുതുന്ന ഓരോ കഥകളാണിത്. സാമ്പത്തികം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 0 ബഡ്ജറ്റിലുള്ളൊരു സിനിമയാണിത്. 0 ബഡ്ജറ്റിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി മാത്രമേ നമ്മുടെ ആ ഫിലിമിലും ഉണ്ടാവുള്ളൂ. സാമ്പത്തികം വരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്നതും, പിന്നെ അവരുടെ ചിലവുകളും, എക്യുപ്മെൻറ്റ്, മറ്റു കാര്യങ്ങൾ, ഇതിനൊക്കെ ഒരുപാട് ചിലവുണ്ട്. ഒരുപാട് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് അത് കുഴപ്പമില്ല.
അപ്പോൾ അതിന് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ചേർന്നിട്ടാണ് നമ്മളത് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനത്തെ കാര്യമായിട്ട് പ്രശ്നം വരാനൊന്നുമില്ല. പിന്നെ ഇതെല്ലാവരും ഒരു കലാവിനോദമായിട്ടാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലാതെ ഇതുകൊണ്ട് സമ്പാദിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആരും പ്രതിഫലം കിട്ടും പറഞ്ഞിട്ട് വരുന്നവരല്ല നമ്മുടെ ഫിലിമിൽ അഭിനയിക്കാൻ വരുന്നവർ. എല്ലാവരും അവരുടെ കലാവിനോദം കാണിക്കാനുള്ള ഒരു അവസരമായിട്ട് അവരെൻ്റെ അടുത്തേക്ക് തേടി വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ നമ്മുടെ കഥയിൽ നല്ലൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കാറുമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു കഥ കിട്ടുന്നത് ഒരാളെ ഉദ്ദേശിച്ചുകൊണ്ട് നമുക്കൊരു കഥ എഴുതാൻ പറ്റില്ല. എൻ്റെ അനുഭവം കൊണ്ടും പിന്നെ മറ്റുള്ളവരുടെ അനുഭവവും സമൂഹത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ചേർത്ത് കോർത്തിണക്കിയിട്ടാണ് ഞാനൊരു കഥ എഴുതുക. ആ കഥ അങ്ങനെ എഴുതി വരുമ്പോൾ അതിൽ ചേർന്ന കഥാപാത്രങ്ങൾ ആര് വേണമെന്നുള്ളതാണ് ഞാൻ തീരുമാനിക്കുക. അത് ഇന്നയാൾ ചെയ്താൽ ഇന്നത് നന്നാവും എന്ന് നമുക്ക് മുന്നേ അറിയും. സപ്പോർട്ടിങ് ക്യാരക്ടറുള്ള ആര് വേണം എന്നൊക്കെ അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓരോ വ്യക്തികൾക്ക് കൊടുത്താൽ മാത്രമേ അത് ക്ലിയർ ആവുള്ളൂ. അല്ലാണ്ട് ഒരാളെ ഉദ്ദേശിച്ചിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് സംഭവം സക്സസ് ആവില്ല. ജനങ്ങൾക്ക് നല്ല രീതിയിൽ നല്ലൊരു വിഷ്വൽ അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫിലിം ഉണ്ടാക്കുക. ഒരു 10 മിനിറ്റായാലും 20 മിനിറ്റായാലും 30 മിനിറ്റായാലും ആസ്വദിക്കുന്ന രീതിയിലൊരു സിനിമ ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ നമുക്കുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ യൂട്യൂബിൻ്റെ ഇഷ്യൂ വന്നു പറഞ്ഞില്ലേ. യൂട്യൂബിൻ്റെ ഇഷ്യൂ വന്നതിൽ എനിക്ക് സംഭവം കുറച്ച് സബ്സ്ക്രൈബർ തന്നെ ഉള്ളൂ. എങ്കിലും അതിനു മുമ്പ് 300 സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇഷ്യൂ വന്നതിൻ്റെ ശേഷം വീണ്ടും ഞാൻ ഒന്നിൽ തുടങ്ങേണ്ടി വന്നു. ഒന്ന് തുടങ്ങിയിട്ടിപ്പോൾ കുറച്ച് പ്രേക്ഷകർ തന്നെ ഉള്ളൂ. വ്യൂസ് ഒരുപാടുണ്ട്. വ്യൂസ് പറഞ്ഞാൽ ഈ കാണുന്ന വ്യക്തികളൊന്നും സത്യം പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണില്ല എന്നുള്ളതാണ്. കാണുന്ന വ്യക്തികൾ തന്നെ ഒന്ന് അടിയിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വീഡിയോ ആണ്, കുഴപ്പമില്ല എന്ന് അവർക്ക് തോന്നുന്ന ആൾക്കാർ എൻ്റെ അടിയിലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഒരുപാട് വ്യൂസ് കിട്ടിയാനെ, സബ്സ്ക്രൈബ് കിട്ടിയാനെ. അപ്പോൾ അതാരും ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം കാണുന്നുണ്ട്. അപ്പോൾ അത് സാധാരണ നമ്മൾ പറയാറുള്ള യൂട്യൂബിൽ കുറഞ്ഞത് ആഴ്ചയെങ്കിലും ഓരോ വീഡിയോ ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ വീഡിയോ മുൻനിരയിലേക്ക് എത്തുള്ളൂ. പക്ഷേ നമുക്ക് മറ്റ് തൊഴിലുണ്ടല്ലോ. അപ്പോൾ ആ തൊഴിലിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഈ ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം അങ്ങനെയുള്ള ഒരു ഇത് മാത്രമേ നമുക്ക് ചെയ്യാൻ അറിയുള്ളൂ. മറ്റ് കാര്യങ്ങൾ നമുക്കറിയില്ല. നമുക്കറിയുന്ന കാര്യങ്ങളല്ലേ നമുക്ക് ജനങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കഥ നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി ഒരു ത്രെഡ് കിട്ടി ആ കഥയെ ഡെവലപ്മെൻറ്റ് ചെയ്ത് പിന്നീട് അതിൻ്റെ ഫ്ലോട്ടുകൾ തരംതിരിച്ച് ഏത് ഭാഗത്ത് എന്നൊക്കെ ഫ്ലോട്ടുകൾ കൊടുക്കണം, എവിടെ വഴുത്തിനുണ്ടാവണം എന്നൊക്കെ ആലോചിച്ച് പിന്നീട് അതിന് സ്ക്രിപ്റ്റ് റെഡിയാക്കി സ്ക്രിപ്റ്റിൽ ഓരോ കാര്യങ്ങൾ എങ്ങനെ വേണം എന്നുള്ളതൊക്കെ ആലോചിച്ചാണ് നമ്മളൊരു കഥ പൂർത്തിയാക്കണത്. അപ്പോൾ പിന്നീട് കാസ്റ്റിങ് കാര്യങ്ങളും പറഞ്ഞില്ല അതേമാതിരി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായൊരു സമയം നമുക്ക് ഉണ്ടാവാറുണ്ട്, സമയമെടുക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ആഴ്ചയിൽ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങനെ കുറേ ആഴ്ചയിൽ കാണിക്കേണ്ട വീഡിയോ ചെയ്തിട്ട് നമുക്ക് എന്തൊരു ഗുണമുള്ളത്? അതിലൊരു കാര്യമില്ല. ചെയ്യുമ്പോൾ ഒരു വീഡിയോ ചെയ്യുമെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്പെടണമെന്ന രീതിയിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. അത് ചിലപ്പോൾ 1 മാസം 2 മാസമൊക്കെ അത് വെയിറ്റിങ്ങിൽ വരാറുണ്ട്. അപ്പോൾ ഈ അവസ്ഥ മനസ്സിലാക്കി നമ്മുടെ പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കാണുമ്പോൾ അപ്പോൾ അതെനിക്കൊരു വരുമാനമായി തുടങ്ങും. പക്ഷേ ഇതുവരെ വരുമാനമായിട്ടില്ല. കാരണം 1000 സബ്സ്ക്രൈബേഴ്സെങ്കിലും വേണം ചുരുങ്ങിയത്. അപ്പോൾ അതില്ലാത്ത കാരണം കൊണ്ടാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്നെ അതിനും കൂടി വേണ്ടി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ വീഡിയോസുകൾ ചെയ്യാൻ നമുക്കൊരു ഉഷാർ കൂടിയും കിട്ടുള്ളൂ. എങ്കിലും നമ്മളൊരു കലാവിനോദം ആയതുകൊണ്ട് തന്നെ നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമുക്കതൊരു വരുമാനത്തിന് വേണ്ടി മാത്രമല്ല, കുറച്ച് കണ്ടൻറ്റുകൾ ജനങ്ങൾക്ക് എത്തിക്കുക മാത്രമല്ല, എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് കലാകാരന്മാർക്കൊരു അവസരം കൊടുത്ത് അവർക്ക് നാളെ മറ്റ് ആൾക്കാർ അത് കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒരു അവസരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യണത്. അത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വൈകാതെ തന്നെ ഇതിൻ്റെ ഹാനി എന്നുള്ള ഈ ഫിലിം ഉടനെ തന്നെ നിങ്ങളുടെ ഇടയിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം ഷൂട്ട് തുടങ്ങിയിട്ടൊന്നുമില്ല, സ്ക്രിപ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക, എന്നെ വിജയിപ്പിക്കുക ഒക്കെ ചെയ്യുക. ഒരു കോമഡി
സീരിയസ് എന്നുള്ള ലെവലിലുള്ള ഒരു ഫിലിമായിരിക്കും അടുത്ത് നിങ്ങളുടെ മുന്നിലെത്തണം. തീർച്ചയായും നിങ്ങളത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ അടിയിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ കൂടി അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിർത്തണമെന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ പറയണം. ഓക്കെ, നമസ്കാരം.